അപ്പോൾ ഇതാണ് മസ്ജിദുൽ അക്സ. അതിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആരോടും പറയരുത്, ബുറാക്കിനെ കെട്ടിയ പള്ളിയിലേക്ക്. ഓക്കെ, സോ വി ആർ ഗോയിങ് ദേർ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരോടും പറയരുത്, ഒരു സ്വകാര്യമാണ്. ഞാൻ ഈ പള്ളി കയറിയിട്ട് ളുഹർ നിസ്കരിച്ചു കിട്ടും. പക്ഷെ ചില സാധനങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഫാത്തിയൊക്കെ അറിയാം. ഇപ്പോഴും ഇസ്രായേലിന്റെ കയ്യിലാണ്, സെക്യൂരിറ്റി മുഴുവൻ അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആളുകൾക്ക് ഇതേപോലെ വന്നു പോകാൻ പറ്റുന്നത്. ഇല്ലായിരുന്നു. നിന്റെ അന്ത്യം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം ഫിർഔനിനെ പോലെയുള്ള ഒരുപാട് അള്ളാഹുവിനെ ധിക്കരിച്ചു നടക്കുന്നവരുടെ അന്ത്യം ഇന്നും ഈജിപ്തിൻ്റെ മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് ഫിർഔനിനെ കാണാൻ പറ്റും. അതൊക്കെ ഒരു പാഠമാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുള്ളൊരു പാഠം. പിന്നെ നീ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. പണ്ടപ്പോഴോ ഞാൻ നിസ്കരിച്ചു, നിസ്കാരത്തിൻ്റെ ചിലതൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്, ചിലത് ചെയ്തിട്ടുണ്ട്. എന്തിനാണടാ നീയൊക്കെ നിസ്കരിക്കുന്നത്? നിസ്കാരം എന്ന് പറയുന്നത് ഒരു അടിമയും അള്ളാഹുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, ഒരു കോൺവെർസേഷനാണ്. അത് നിന്നെപ്പോലെയുള്ള മതനിഷേധികൾക്കുള്ളതല്ല. എന്നിട്ട് നീ അവസാനം ഒരു വാക്ക് പറഞ്ഞു, ഈ പള്ളി ഇസ്രായേലിൻ്റെ അധീനതയിലായതുകൊണ്ടാണ് ഇത്ര സമാധാനത്തോടെ നിലനിൽക്കുന്നത് എന്ന്. ഇത്രയേറെ പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടെരിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടും അവരാണോ നിനക്ക് സമാധാനത്തിൻ്റെ ആൾക്കാർ? എന്ത് പൊട്ടത്തരമാണടാ നീയൊക്കെ പറയുന്നത്? നിന്റെ തലയിൽ തലച്ചോറ് തന്നെയാണോ അല്ല വേറെന്തെങ്കിലും ആണോ? സംശയമുണ്ട്.